ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ആരുടെയും സഹായം ലഭിച്ചില്ലെന്ന് പറയുന്നത് അവിശ്വസനീയമെന്ന് കെ സുധാകരൻ എം പി. ജയിൽ ജീവനക്കാരുടെ സഹായം കിട്ടുന്നതുകൊണ്ടാണ് മദ്യവും മയക്കുമരുന്നും ഒക്കെ ജയിലിൽ കിട്ടുന്നത്. ഇത് തടയാൻ ഭരണ സംവിധാനത്തിന് കഴിയുന്നില്ലെന്നും സുധാകരൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. UP സ്കൂളിൽ പോലും ലഹരി കിട്ടുന്ന സാഹചര്യമാണ് ഇന്ന് സംസ്ഥാനത്തുള്ളതെന്ന് കെ സുധാകരൻ എം പി ആരോപിച്ചു. ലഹരി കിട്ടാത്ത സ്ഥലം എവിടെയാണ്? UP സ്കൂളിൽ ലഹരിയുണ്ട്, I സ്കൂളിൽ ലഹരിയുണ്ട്, കോളേജിൽ ലഹരിയുണ്ട്, ഫാക്ടറിയിൽ ലഹരിയുണ്ട്, സർക്കാർ ഓഫീസിൽ ലഹരിയുണ്ട്, എല്ലാവിടെയും ലഹരിയുണ്ട്. അത് നിയന്ത്രിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് ഇല്ല എന്ന് ഓരോ ദിവസത്തെ വാർത്ത നമ്മളെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജയിലിന്റെ കാര്യത്തിൽ ഗോവിന്ദചാമി പറയുന്നതെല്ലാം സത്യമാണ്. ഇതെല്ലാം ചോദിക്കാൻ ഇവിടെ നാഥനില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. എന്ത് പറഞ്ഞാലും ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. കൊച്ചു മക്കൾക്കാണ് ഈ സാധനം കൊടുത്ത് കൊണ്ടുപോകുന്നത്. 5-5 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇതൊന്ന് കഴിക്കുന്നിടത്ത് എത്തിയിരിക്കുന്നു നമ്മുടെ നാട്. ഇവിടെ ആരുണ്ട് ചോദിക്കാൻ? നാഥനുണ്ടോ? ജയിലിൽ സുലഭമാണ്. ജയിലിൽ എല്ലാ കാലത്തും ഇപ്പോഴടുത്തൊന്നുമല്ല, ജയിലിൽ ഒരുപാട് കാലമായി ജയിലിൽ ഇത് സുലഭമാണ്. മദ്യവും മയക്കുമരുന്നുമൊക്കെ ജയിലിൽ പണ്ടേ ഉണ്ട്. ജയിൽ ജീവനക്കാർ തന്നെയാണ് ഇതിനു പിന്നിൽ. ജയിലിൽ ഇതൊക്കെ പണ്ടേ ഉള്ളതാണ്. ഞങ്ങളൊക്കെ ജയിലിൽ പണ്ട് പോയവരാ. അതുകൊണ്ട് ഞങ്ങൾ കഞ്ചാവ് പഠിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. തടവ് പുള്ളികൾക്ക് ജയിലിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥന്മാർ അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നു. ഈ സാധനങ്ങളൊക്കെ എത്തിക്കാൻ തന്നെ മധ്യവർത്തി ജയിൽ ജീവനക്കാർ തന്നെയാണ്. ഗോവിന്ദചാമിയെപ്പോലുള്ളവരെ സൃഷ്ടിക്കുന്നത് സമൂഹമാണ്. അത് തടയാൻ ഇവിടെ സംവിധാനമില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. സെൻട്രൽ ജയിലിലെ ഇത്രയും വലിയ മതിൽ ഗോവിന്ദചാമിക്ക് തനിച്ച് കയറി സെൻട്രൽ ജയിലിലെ ഇത്രയും വലിയ മതിൽ ഗോവിന്ദചാമിക്ക് തനിച്ച് ചാടാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ലെന്നും ഇതിന് ആരുടെയോ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.